ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ കീമിന്റെ റാങ്ക് വന്നു. എല്ലാവരും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് മെസ്സേജസ് നമ്മുടെ യൂട്യൂബിലെ കമന്റ് ബോക്സിലും അതേപോലെ വാട്സാപ്പിലും ഒക്കെ വരുന്നുണ്ട്. ഇത്രയാണ് റാങ്ക്, ഏത് കോളേജിലാണ് കിട്ടുക, അതേപോലെ ഇന്ന കോളേജിൽ EC കിട്ടുമോ, CSE കിട്ടുമോ, ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു സാധ്യത പറയുന്നത് നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറ്റുന്നവർക്കൊക്കെ തന്നെ അത് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഒരു ചാൻസ് പറയാൻ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മുടെ റാങ്കിനനുസരിച്ച് ഒരു കോളേജിൽ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കുറേ പേര് മെസ്സേജ് അയക്കേണ്ട, അയ്യോ മിസ്, എൻ്റെ റാങ്ക് വെച്ച് ഞാൻ ഇവിടെ ആണ് ഞാൻ കയറണം, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്കത് കിട്ടില്ല, അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് അവർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. എക്സാക്ട്ലി അത് തന്നെ ഈ വർഷം സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കണം എന്നില്ല ഈ വർഷം ഉള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷം ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലുള്ള സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ആദ്യം പ്രിഫർ ചെയ്തിരിക്കുന്നത്, അതിനുശേഷമാണ് മറ്റു ബ്രാഞ്ച്. പക്ഷെ ഈ വർഷം അങ്ങനെ ആവണമെന്നില്ല. ഈ വർഷം ഒരുപക്ഷെ മറ്റ് ബ്രാഞ്ചുകളോടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ അതിനനുസരിച്ച് ഇതിനകത്ത് എല്ലാം മാറ്റം വരും. ഇനി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. പക്ഷെ ഇന്ന് അതിന്റെ സ്പെഷ്യലൈസേഷൻ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, അങ്ങനെ നമുക്ക് കുറേ അധികം സ്പെഷ്യലൈസേഷൻ ഉള്ള ബ്രാഞ്ചുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ മാറി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കി അയ്യോ എനിക്ക് ഇന്ന കോളേജിൽ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കണ്ട. അത് ജസ്റ്റ് നമുക്കൊരു ഐഡിയക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഒരു 10,000 മുകളിൽ റാങ്ക് വന്നവരാണ്. അതിന് താഴെയൊക്കെ നിൽക്കുന്നവര് കുറച്ചും കൂടെ ഒരു സേഫ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു 5,000 താഴെയൊക്കെയാണെങ്കിൽ നമ്മൾ ഒരുവിധം ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കോളേജിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റാങ്ക് അത്രയും പുറകിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കാം. അപ്പൊ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ മാത്രം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നിങ്ങൾ നോക്കണ്ട. സെക്കൻഡ് അലോട്ട്മെന്റ്, ഫൈനൽ അലോട്ട്മെന്റ് എല്ലാം നോക്കുക. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റിൽ കിട്ടിയില്ലെങ്കിലും സെക്കൻഡിലോ ഫൈനൽ അലോട്ട്മെന്റ്സിലോ ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ അത് റെഫർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് പോകരുത്. കാരണം ആ സമയത്ത് നമുക്കൊരു ടെൻഷനാണ്, ഈ ഓർഡർ അങ്ങനെ കൊടുക്കണോ, അതോ ഞാൻ ഇത് മുകളിൽ കൊടുക്കണോ, ഇത് താഴെ കൊടുക്കണോ, അങ്ങനെ നമ്മൾ ടെൻഷനിൽ ചിലപ്പോൾ അവസാനം ഏതെങ്കിലും ഒരു ഓർഡറിൽ കൊടുക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ പോയി ചേരുകയും വേണം. അപ്പൊ ഇപ്പോഴത്തെ സമയം നമുക്ക് റിലാക്സ് ചെയ്ത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചും ചിന്തിച്ച് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോൾ. അതിന് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ കാണാം. അത് നോക്കി നമുക്ക് കിട്ടില്ല എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം, നമ്മളെ കോൺടാക്ട് ചെയ്ത സ്റ്റുഡൻസ് അതിന്റെ മുന്നത്തെ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് ആദ്യം കിട്ടില്ല എന്ന് വിചാരിച്ച് പിന്നെ ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയവരുണ്ട്, കുറച്ച് റാങ്ക് പുറകിലേക്കാണെങ്കിലും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ കാര്യങ്ങളെല്ലാം മാറും. അപ്പൊ നിങ്ങൾ അത് മാത്രം വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് കിട്ടിയ റാങ്ക് വെച്ച് നമ്മൾ മാക്സിമം പോസിബിൾ ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടക്കണം എന്ന്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് മാക്സിമം നടക്കട്ടെ എന്നുള്ള ഒരു നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പൊ കീമോയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.